ഗുണ്ടൽപേട്ട് തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിലേക്കാണ്. അപ്പോൾ അവിടെ എങ്ങനെ എത്താം, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയാൽ തന്നെ ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകളിലേക്കും പിന്നീട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 6:30 മണിയായിട്ടുണ്ട്. ഗുണ്ടൽപേട്ട് നഗരമൊക്കെ ഒന്ന് ഉണർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ഈ റോഡിലൊക്കെ ധാരാളം കുതിരകളെ നമുക്ക് കാണാം, പോണിക്കുതിരകൾ. അവരിങ്ങനെ വെറുതെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്ന പോലെ. ഇതിനൊന്നും ഉടമസ്ഥനൊന്നും കാണില്ലേ, കണ്ടോ? ധാരാളം കുതിരകൾ അതെ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പറക്കി കഴിക്കുന്നു. ഒത്തിരി പേരെ നമുക്ക് കാണാം കേട്ടോ. ഇത് വളർത്തുന്നതല്ലേ, അത് ഇങ്ങനെ ഈ നാടുകളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെ നടക്കുന്ന കൂട്ടങ്ങളായിരിക്കുമോ? അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ടൗണിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കും കേട്ടോ. മസാല ദോശയാണ് ചോദിച്ചത്. മസാല ദോശ ഒന്നും ആയിട്ടില്ല. മസാല ദോശ, ദോശ ഐറ്റംസ്, ഇഡ്ഡലി ഒന്നും ആയിട്ടില്ല. ഇപ്പം നിലവിൽ കേസരിയും ഉപ്മാവും മാത്രമേ ഉള്ളൂ. ഉപ്മാവ് ചെറിയൊരു പോർഷൻ ആണ് വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉപ്മാവിനേക്കാളും വലിയൊരു വടയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ വടയും, പിന്നെ ചട്നിയുണ്ട്, കുറുമയുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു ഉപ്മാവിന്. അതുകൊണ്ട് തന്നെ ഒരു പോർഷനോടെ വാങ്ങിച്ചു. അങ്ങനെ മൊത്തം 105 രൂപയായി. അപ്പോൾ രാവിലെ തന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഓരോ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നവരുടെ തിരക്ക് നമുക്ക് കാണുന്നത് കണ്ടോ. ആ ബസ്സിലേക്ക് കയറാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിലേക്ക് നമ്മളിന്ന് പോകുന്നത് ബസ്സിനാണ്. ഇതാണ് ഗുണ്ടൽപേട്ടിലെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല തിരക്കാണ്. ഇവിടുന്ന് ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പോകേണ്ട ബസ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അതെ ഇവിടെ ആയിട്ട് ആ മൂലയ്ക്കാണ് വരുന്നത്. അപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ബസ് ഇവിടുന്ന് പോകുന്നതാണേ പറഞ്ഞത്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൃത്യം 8 മണിയായപ്പോൾ തന്നെ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 8:10 കൂടി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. ഇനി ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഗോപാലസ്വാമി ബേട്ടയ്ക്ക്. ഈ ബസ് ഡയറക്റ്റ് അവിടേക്ക് എത്തില്ല. ഈ ബസ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ ഉള്ളൂ. അവിടുന്ന് വീണ്ടും അടുത്ത ബസ്സിൽ കയറി വേണം നമുക്ക് ഗോപാലസ്വാമി ബേട്ടയുടെ മേളിലേക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ 1450 മീറ്റർ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ള വലിയൊരു കുന്നിൻ്റെ മേളിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മേളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് 35 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റിനുള്ളിൽ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്, ഫോറസ്റ്റ് ഗേറ്റിന് സമീപം. ഇനി ഇവിടുന്ന് മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു മലയുടെ മേളിലേക്കാണ് പോകേണ്ടത്. വേറെ ബസ്സിൽ കയറണം. അതിന് ക്യൂ നിൽക്കണം കേട്ടോ, നല്ല ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. വീക്കെൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. അധികം ബസ്സുകളൊന്നുമില്ല, 2-3 ബസ്സുകളൊക്കെ ഉള്ളൂ തോന്നുന്നു. ആ കിടക്കുന്ന ബസ്സൊക്കെ മേളിലേക്ക് പോകാനായിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിൽ ബസ് കിടപ്പുണ്ട്. ആ ബസ് ഫില്ലായ ശേഷമാണ് ഈ പുറകിലെ ബസ്സിലൊക്കെ ആളുകൾ കയറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പാസ് എടുക്കണം. അങ്ങനെ കുറച്ച് സമയം ക്യൂ നിന്നത് വീണ്ടും ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. 70 രൂപയാണ് മേളിലേക്കുള്ള റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ആ ഒരു ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. മുകളിലേക്ക് പ്ലാസ്റ്റിക്, അതായത് ബോട്ടിൽസ്, അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. അതെല്ലാം, അതായത് നമ്മൾ കുപ്പിയെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം താഴെ അവിടെ ആ ഒരു ഗേറ്റിന് സമീപം വെച്ചിട്ടാണ് മേളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഗുണ്ടൽപേട്ടയിൽ നിന്ന് പോരുന്ന ആ ഒരു ബസ് തന്നെയാണ് കേട്ടോ മേളിലേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ചും ഈ ബസ്സിന് തന്നെ മേളിൽ താഴേക്ക് വരാം നമുക്ക്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടോ. ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ആ ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വരെ വരാം കേട്ടോ. അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബസ്സിന് മാത്രമാണ് കൊണ്ടുപോകുന്നത്. നേരത്തെ നമ്മുടെ വണ്ടി കൊണ്ടൊക്കെ മേളിൽ പോകാറുണ്ട്, പക്ഷെ ഇപ്പോൾ അലൗഡല്ല. എന്തായാലും ബസ്സിനിത് ഇങ്ങനെ പോകുമ്പോൾ നമുക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് നോക്കിയാൽ വലിയൊരു താഴ്വാര പ്രദേശം, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് കാണുന്നത് കേട്ടോ. അവിടെയൊക്കെ ധാരാളം മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. ഈ വഴിയിലൊക്കെ ചിലപ്പോൾ ഇറങ്ങി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്നതാണ് മൃഗങ്ങൾ, കാരണം പക്ക ഫോറസ്റ്റിൻ്റെ അകത്തോടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദൂരം പോകാനായിട്ടുണ്ട് മേളിൽ വരെ. ആ കുന്നിൻ്റെ മേളിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ബസ് ഫുള്ള് ആളായിട്ടുണ്ട്. അപ്പോൾ സീറ്റൊക്കെ നിറഞ്ഞുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ നിന്നാണ് പോകുന്നത്. എന്തായാലും ഒരു ബസ്സോടെ പുറകെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളാവുന്നതനുസരിച്ചാണ് മേളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ 3 ബസ്സുകളുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഈ ബസ്സൊക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പം ഗുണ്ടൽപേട്ടയിൽ നിന്ന് പോകുന്ന ആ ഒരു ബസ് തന്നെയാണ് മേളിലേക്ക് സർവീസ് നടത്തുന്നത്. പക്ഷേ 2 ടൈമിൽ ടിക്കറ്റ് എടുക്കണം. അതായത് നമ്മൾ ഗുണ്ടൽപേട്ടയിൽ 35 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത ശേഷം ഇവിടെ വന്നിട്ട് പാസ് എടുക്കണം. അപ്പോൾ അങ്ങനെ മൊത്തം 35 പിന്നെ 70 രൂപ എക്സ്ട്രാ. അപ്പോൾ അത്രയാണ് ചാർജ് വരുന്നത്. അതായത് ഈ അപ്പ് ആൻഡ് ഡൗൺ ആണ്. 7 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മേളിൽ നിന്ന് നമുക്ക് കണ്ടിട്ട് ഈ ബസ്സിന് തന്നെ, ഈ ബസ് അല്ലെങ്കിൽ ഏത് ബസ്സാണെങ്കിലും നമുക്ക് മേളിലുള്ള ബസ്സിൽ നമുക്ക് താഴെ വരെ എത്താൻ പറ്റും. മരങ്ങളൊക്കെ ഇടതൂർന്ന് വളരുന്ന നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കും തോറും കാലാവസ്ഥയും മാറുന്നുണ്ട്, നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ആ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുടെ കാഴ്ചകളൊക്കെ പിന്നീട് ഇപ്പോൾ നമ്മൾ പുൽമേടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മുൻപിലായിട്ട്. കണ്ട് അവിടുന്ന് തിരിച്ചു വരുന്നൊരു ബസ്സാണ് ആ കാണുന്നത് കേട്ടോ. ദൂരം കൂടിയപ്പോൾ തന്നെ കാഴ്ചകളിൽ വന്ന വ്യത്യാസം കണ്ടോ. ഈ വഴിയിലൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നതാണ് കേട്ടോ. ഈ വഴിയിലേക്കൊക്കെ ആനകളൊക്കെ ഇറങ്ങി വരും. അതുപോലെ നമുക്ക് ആ ഒരു മലയുടെ മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ റോഡിലൊക്കെ നിറയെ ആനപ്പിണ്ടം കിടക്കുന്ന കാണാം കേട്ടോ ഈ പോകുന്ന വഴിക്ക്. ആന മാത്രമല്ല എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. താഴെ ആനയുണ്ട് കേട്ടോ. കിട്ടിയില്ല, ക്യാമറ കിട്ടിയില്ല. അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ബെട്ടയുടെ മേളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ആ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ബെട്ട എന്ന് പറഞ്ഞാൽ കന്നഡയിൽ കുന്നെന്നാണ് അർത്ഥം കേട്ടോ. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നായിട്ടാണ് ഈ ഹിമവത് ഗോപാലസ്വാമി ബെട്ട അറിയപ്പെടുന്നത് കേട്ടോ. എന്തായാലും ഇവിടേക്ക് വന്നപ്പം ആ ഒരു കാലാവസ്ഥയിലുള്ളൊരു വ്യത്യാസം, നല്ല തണുത്ത കാറ്റ് വീശും, നല്ല തണുപ്പാണ്. ശരിക്കും ഊട്ടിയിലൊക്കെ ചെന്ന പോലെ ഉണ്ട്. ഇവിടെ സദാസമയം ഇങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല തണുപ്പും കോടയൊക്കെ ഉള്ളൊരു പ്രദേശമാണിത്. ഇവിടെ നമുക്ക് ഗ്രാസ് ലാൻഡാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ കുന്നുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്നൊക്കെ ബസ്സിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ബസ്സിന് തന്നെ 8 മണിയുടെ ബസ്സിന് തന്നെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ എത്താമല്ലോ. പിന്നെ സ്വന്തം വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെ നമ്മുടെ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മേളിലേക്ക് ഇവിടെ ഒരു അലൗഡ് ആയിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അലോ ചെയ്യില്ല. അത് നല്ലൊരു കാര്യം തന്നെ. കാരണം വെച്ചാൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ കയറി വരുന്ന റോഡിനൊക്കെ വീതി കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പൊല്യൂഷനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും പറ്റും അതിൽ നിന്ന്. നമ്മൾ താഴെ നിന്ന് വന്ന ഒരു ബസ് തിരിച്ചു പോവുകയാണ്. ഇവിടെ ബസ്സൊക്കെ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ എന്തോരം ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പോൾ തിരിച്ച് കിട്ടുന്ന ബസ്സിൽ കയറി പോയാൽ മതി. എന്തായാലും ആ താഴെ ആ കൊടും ചൂടിയിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു ലോകത്തേക്ക് എത്തിയൊരു ഫീലാണ് കേട്ടോ. നല്ല തണുപ്പൊക്കെ ആയിട്ട് ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ ചെന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ കുറേ മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ. ഈ ഏരിയ കംപ്ലീറ്റ് ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചേക്കുവാണ്. മൃഗങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. ആ ഗ്രാസ് ലാൻഡിലൊക്കെ ആനകളൊക്കെ വന്ന് പുല്ലൊക്കെ മേയുന്ന സ്ഥലമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചെറിയൊരു ക്ഷേത്രമാണ്. അതിങ്ങനെ സ്വർണ്ണവർണ്ണമൊക്കെ പൂശി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിനുമുള്ള ഈ ഒരു പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഏറെ വിസ്മയം എന്ന് തന്നെ പറയാം കേട്ടോ. ഈ പുൽമേടുകളും പിന്നെ ദൂരെയായിട്ട് വിസ്തൃതമായിട്ട് കിടക്കുന്ന വനത്തിൻ്റെ കാഴ്ചകളൊക്കെ, ഇതൊക്കെ കംപ്ലീറ്റ് ഈ ചുറ്റിനും ഫെൻസിങ് ഇട്ട് തിരിച്ചേക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ ധാരാളം പേരെ കാണാം, ഫോട്ടോ എടുക്കുന്നവരെ അതുപോലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരെയൊക്കെ. നമുക്ക് ചുറ്റിനും നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം. ഈ കുന്നിൻ്റെ ഏറ്റവും മേളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിലാണ്
നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. ഹൊയ്സാല കാലഘട്ടത്തിൽ ചോള രാജാവായ ബെല്ലാലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് ഈ മൈസൂരിലെ വോഡയാർ രാജവംശത്തിലെ രാജാക്കന്മാർ ഈ കുന്നിൻ പ്രദേശം ഈ ക്ഷേത്രമൊക്കെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുകയുണ്ടായെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു രൂപഘടന എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നിടത്ത്, അതായത് ഏറ്റവും വെളിയിലായിട്ടൊരു പ്രവേശന കവാടം, അതുപോലെ തന്നെ ചുറ്റുമതിൽ നമുക്ക് കാണാം. ചുറ്റുമതിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ വെള്ളയും ചുവപ്പും നിറങ്ങൾ അടയാളപ്പെടുത്തിയ ചുറ്റുമതിലുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ പ്രവേശന കവാടം കടന്ന് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ചുറ്റുമതിൽ കാണാം. ആ ചുറ്റുമതിൽ എന്ന് പറയുന്നത് കല്ലുകൊണ്ട് കെട്ടിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നണേ ആ വെളിയിലുള്ള, നമ്മൾ പുറമേ നിന്ന് കാണുന്ന നിറങ്ങൾ പൂശിയിരിക്കുന്ന ആ ഒരു ചുറ്റുമതിൽ പിൽക്കാലത്ത് നിർമ്മിച്ചതായിരിക്കും. ഈ ക്ഷേത്രം നിർമ്മിച്ച കാലത്ത് തന്നെ നിർമ്മിച്ച ചുറ്റുമതിലാണിത് ഈ കാണുന്നത് കേട്ടോ. കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയേക്കുന്ന ഈ ചുറ്റുമതിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാനുള്ളത് ഈ കാണുന്ന ഗോപുരങ്ങളാണ്. ആ ഗോപുരങ്ങളിലൊക്കെ ധാരാളം ശില്പങ്ങൾ നമുക്ക് കാണാം. അതിൽ തന്നെ ദശാവതാര ശില്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ശില്പം, അതായത് ഒരു ഗോപുരം ദ്രാവിഡ ശൈലിയിലാണ് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അത് മിക്കവാറും ഈ വെളിയിൽ കാണുന്ന ഈ ചുറ്റുമതിലിനോട് ചേർന്ന് കാണുന്ന ഈ ഗോപുരം ആവാനാണ് സാധ്യത. ഒറ്റത്തണ്ടിലുള്ളൊരു ഗോപുരം എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ഗോപുരത്തിലും നിറയെ ശില്പങ്ങൾ നമുക്ക് കാണാം. രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെയാണ് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. ശ്രീകോവിലിൻ്റെ ആ ഒരു മകുടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നിരവധി ശില്പങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ഇങ്ങനെ സ്വർണ്ണവർണ്ണം പൂശിയ ഒരു നിലയിലാണുള്ളത്. അപ്പോൾ എന്തായാലും മലയാളികൾ ഒരുപാട് പേര് ഇവിടെ സന്ദർശകരായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും മലയാളികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും പറ്റിയൊരിടം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ സദാസമയം വീശിയടിക്കുന്ന നല്ല തണുത്ത കാറ്റും. അപ്പോൾ അതേ താഴേന്ന് വീണ്ടും ഒരു ബസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ബസ്സിന് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. അത് ഇവിടെ ഓൾറെഡി ക്യൂ തുടങ്ങി കഴിഞ്ഞു. സാരമില്ല, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബസ് വരും. അങ്ങനെ തിരിച്ച് താഴെ എത്തി. ഇവിടുത്തെ ക്യൂവിൻ്റെ നീളം കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ക്യൂ ആയിട്ടുണ്ട്. രാവിലെ പോയപ്പോൾ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ മാക്സിമം രാവിലെ തന്നെ വരാനായിട്ട്, അതായത് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പോകാനായിട്ട് വരും കേട്ടോ. ഇപ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്വന്തം വാഹനങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ, കാറുകളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. ഇനി ഗുണ്ടൽപേട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ബസ് ഇത് അവിടെ കിട്ടും. അപ്പോൾ അത് ബസ് സ്റ്റാൻഡാണ്, അവിടെയാണ് ഗുണ്ടൽപേട്ടിൽ നല്ല ബസ്സുകളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ കിടക്കുന്ന ബസ്സുകൾ തിരിച്ചു പോകില്ല, അത് മുകളിലേക്ക് മാത്രം സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. അപ്പോൾ ഈ ബസ് ഗുണ്ടൽപേട്ടിന് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഗുണ്ടൽപേട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ദൂരം അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വലിയ കൃഷിയിടങ്ങളൊക്കെ കാണാം. പിന്നെ ഒരു ഗ്രാമത്തിലേക്ക് എത്തും. എന്നിട്ട് വരുന്ന വഴിയിൽ കാണുന്ന ബസ്സിൽ കയറി പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ തിരിച്ച് അവിടേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ആ മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് മടങ്ങുന്നതിന് ഒപ്പം തന്നെ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ഈ താഴ്വാരത്തും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. ഗോപാലസ്വാമി പേട്ടയുടെ താഴ്വാര പ്രദേശം എന്ന് പറയുന്നത് നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്ന വലിയ കൃഷിയിടങ്ങളാണ്. പലതരത്തിലുള്ള കൃഷികൾ ചെയ്യാനായിട്ട് മാറ്റിയെടുത്തിരിക്കുന്ന കൃഷിയിടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും സൂര്യകാന്തി വിളയുന്ന ഒരുപാട് പാടങ്ങൾ കാണാൻ സാധിക്കും. ആ പാടങ്ങളിലൊക്കെ നിരവധി പേരാണ് സന്ദർശകരായിട്ടുള്ളവർ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ബന്ദിപ്പൂക്കൾ കൃഷി ഇറക്കിയിരിക്കുന്ന പാടശേഖരങ്ങൾ കാണാം. പച്ചക്കറികൾ, അതുപോലെ വെളുത്തുള്ളിയൊക്കെ വിളയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ ഈ ഏരിയയിൽ ആയിട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കൃഷിയിടങ്ങളുടെയൊക്കെ ഉള്ളിലായിട്ട് ഇങ്ങനെയുള്ള കാവൽ മാടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെ തട്ടിൽ ഉയർത്തി പണിതേക്കുന്നത്, അതൊക്കെ കാവൽ മാടങ്ങളാണ്. അതുപോലെ ഇതിനുള്ളിലുള്ള ചില മരങ്ങളുടെയൊക്കെ മുകളിൽ ഏറുമാടം പണിതിട്ടുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ അവർ അതിൽ കാവൽ കിടക്കും കേട്ടോ. കാരണം ഇതൊരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ ഓടിച്ചു വിടാനായിട്ട് രാത്രി കാലങ്ങളിൽ കാവൽ കിടക്കുന്നതാണ്. ഈ കൃഷിയൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്താനായിട്ട്. നല്ല പൊരി വെയിലത്തോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, ബസ് വന്നു കഴിഞ്ഞാൽ കയറിപ്പോവാം. ഈ നടന്നു പോകുമ്പോഴല്ലേ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടുള്ളൂ. ഈ പ്രാവശ്യം തൊപ്പി എടുക്കാനും മറന്നുപോയി. ഇതൊക്കെ ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സാണ്. ഇതാ മേളിലേക്ക് പോകില്ല കേട്ടോ, ഈ താഴെ ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പോകുന്ന ആ ഒരു ബസ്സില്ലേ, കാലത്ത് 8 മണിക്ക് എടുക്കുന്നത്, ആ ബസ്സാണ് ആദ്യം സർവീസ് ആരംഭിക്കുന്നത്. അതിന് പിന്നാലെയായിട്ട് അധികം ഡിലേ വരാതെ വേറെ ബസ്സുകൾ ഇവിടേക്ക് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും കൃഷിയിടങ്ങൾ തന്നെയാണ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. അതുമാത്രമേ ഉള്ളൂ നമ്മൾ ഈ പോകുന്ന വഴിക്ക്. അപ്പോൾ ഈ വേലിക്കെട്ടിൻ്റെ അകത്തായിട്ട് ആ കാണുന്നത് പൊട്ടറ്റോ ചെടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ പൊട്ടറ്റോ അവിടുന്ന് വിളവെടുത്ത്, അല്ല പൊട്ടറ്റോ അല്ല കേട്ടോ, അവിടുന്ന് ഈ തക്കാളി വിളവെടുത്തത്
പിക്കപ്പിലേക്ക് കയറ്റുന്നൊരു കാഴ്ച കാണാം. അതിൻ്റെ അപ്പുറം അത് തക്കാളിപ്പാടാണ്. ഇത് പൊട്ടറ്റോ ആണ്, ഈ നിൽക്കുന്നത് പൊട്ടറ്റോ ആണേ. നല്ല ഫ്രഷ് തക്കാളി പറിച്ചത് ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തക്കാളി ഉണ്ടോ ഇപ്പം പറിച്ചതാ അല്ലേ തോട്ടത്തിൽ നിന്ന്? ഇത് എവിടേക്കുള്ളതാ? ഗുഡല്ലൂർ അല്ലേ? ആ, തമിഴ്നാട്ടിലേക്ക്. കുറച്ച് കഴിഞ്ഞാൽ ബോർഡർ ആയല്ലോ അല്ലേ? നാട്ടിലെവിടെ വീടെവിടെ? ഗൂഡല്ലൂർ തന്നെയാണോ? ഗൂഡല്ലൂർ മലയാളികൾ ഒത്തിരി പേരുണ്ടല്ലേ? ഉള്ളൂ. ഊട്ടിക്ക് പോകുന്ന വഴിയല്ലേ സ്ഥലം? ഇതിപ്പം പറിച്ചേ ഉള്ളൂ ഇത്? അപ്പോൾ ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ? അപ്പോൾ ഇതാണ് തക്കാളിപ്പാടം. ഈ തക്കാളി നോക്കി, ഈ തക്കാളി ഇതായത് ഇങ്ങനെ ഈ പന്തൽ കെട്ടിയേക്കുവാണ്. ഇങ്ങനെയാണോ ഈ തക്കാളി? ഇങ്ങനെയല്ലേ നടുന്നത്? ചെടിയായിട്ടില്ല, ഇങ്ങനെ ഈ കമ്പി കെട്ടിയിട്ട് അത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. കണ്ടോ, ഇതൊക്കെ ഇനി ആകാനായിട്ടുള്ളതാണ്. പഴുത്ത തക്കാളി നമുക്ക് കാണാം. അതിങ്ങനെ പാകമാകുന്നതനുസരിച്ച് ഇവർ പറിച്ച് ഇവിടെ കൂട്ടിയിട്ടേക്കണുണ്ടല്ലേ. എന്നിട്ട് അതിൻ്റെ ഇത് ക്വാളിറ്റി തിരിക്കുന്നതല്ലേ? അതെ അല്ലേ? ചെറിയ പച്ചപ്പൊക്കെ ഉള്ളത് പ്രത്യേകം മാറ്റും. ചെറുതും പല വലിപ്പങ്ങളിലുള്ളതുണ്ടല്ലോ, അതെല്ലാം ഡാമേജ് ഉണ്ടാവില്ല എങ്ങനെ വന്നാലും. എത്ര ശതമാനം ഉണ്ടായിരിക്കും ഇങ്ങനെ ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഡാമേജ്? 2 ബോക്സൊക്കെ വരുള്ളൂ അല്ലേ ഡാമേജ്? 50 കിലോ ഡാമേജ് വരും. ഇതിപ്പോൾ എന്നാ വില? അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ? കണ്ടില്ല, നല്ല ഫ്രഷ് തക്കാളി കണ്ടോ, ഒരു ചതവ് പോലും ഇല്ല. ബോർവെൽ കണ്ടില്ലേ, ബോർവെൽ അടിച്ചിട്ടാണ് ഇത് നനയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് സമീപമുള്ളത് ഇതൊക്കെ ഈ പൊട്ടറ്റോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ 1 മാസത്തോടെ വേണമെന്ന് പറഞ്ഞു ഇത് വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു തക്കാളി പറിച്ചെടുത്തതാണേ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയല്ല പറിക്കേണ്ടത്, അതിൻ്റെ ഈ ഞെടുപ്പില്ലേ അതില്ലാതെ പറിച്ചെടുക്കണമെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാൻ തൊട്ടപ്പോൾ തന്നെ ഇതങ്ങ് പോന്നു. ഇവിടെ ഇങ്ങനെ കുറേ കമ്പുകളൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണാവേ. ഇത് ഈ തക്കാളിക്ക് പന്തലിടാൻ ആവശ്യമായിട്ടുള്ള കമ്പുകളാണ് അടുക്കി വെച്ചേക്കുന്നത് കേട്ടോ. എന്തായാലും വളരെ മനോഹരമായൊരു പ്രദേശം എന്ന് തന്നെ പറയാം കേട്ടോ, ഈ കൃഷിയിടങ്ങളുടെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് തക്കാളിപ്പാടങ്ങളാണ്. അപ്പോൾ ഈ തക്കാളി ചെടികളെല്ലാം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് ഈ പന്തലിടേണ്ട ആവശ്യമില്ല എല്ലാ ചെടികൾക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഹൈറ്റ് വയ്ക്കുന്ന ഒരു ഇനം ആയതുകൊണ്ടായിരിക്കാം അതിങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അങ്ങനെ നടന്ന് നല്ല തണലൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കി ഇങ്ങനെ വേലി കെട്ടി തിരിച്ചേക്കുന്ന പോലെ കുറേ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ തണലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ, ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആഹാരം കഴിക്കാനായിട്ടൊക്കെ നിർത്തുന്നതുകൊണ്ടായിരിക്കാം ഈ ഡിസ്പോസിബിൾ പ്ലേറ്റും അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞേക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു പാനിപ്പൂരി കച്ചവടക്കാരൻ വന്നിട്ടുണ്ടേ. ഞാനൊരു പ്ലേറ്റ് പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ഗോപാലസ്വാമി പേട്ടയ്ക്ക് പോവായിരുന്നു. തമിഴ്നാടിൻ്റെ ദേശീയ വാഹനമായ TVS XL-ലാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഗാവ് കിതറേ? UP. അങ്ങനെ നടപ്പ് അവസാനിക്കുന്നില്ല. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. അടുത്ത ഗ്രാമം എത്താറായിട്ടോ. അത് ഈ തണൽ നോക്കി കാളുകൾ വിശ്രമിക്കുന്നത് നോക്കി. ഈ വെയിലത്ത് നടക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പിന്നെ നടന്നു പോകാനുള്ളൊരു കാരണം ഇതാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ, തക്കാളി. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും. ഈ ബസ്സിന് കയറിപ്പോയി കഴിഞ്ഞാൽ ഒറ്റ പോക്കങ്ങ് പോകില്ല. അല്ലെങ്കിൽ വണ്ടി കണ്ടൊക്കെ വരികയാണെങ്കിൽ വിഷയമില്ല, നമുക്ക് നിർത്തി കണ്ടുപോകാം. ആ കാള വരണ്ടോ എന്നെ കണ്ടിട്ട്. ഇവിടെ ചോളം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ചോളമണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത് ഈ കാണുന്നത് കേട്ടോ. ചോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാങ്ങി കഴിക്കുന്ന ആ ഒരു ചോളമല്ല, ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ ചോളമാണ് കേട്ടോ. അതെല്ലാം പറിച്ച് ഇതിൻ്റെ അകത്ത് കായൊന്നുമില്ല, ഇതാണ് കായ്. ചാക്കിൽ നിറച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഇത് ചോളപ്പാടമായിരുന്നേ. അപ്പോൾ അത് ചോളം പറിച്ചിട്ട് അതിൻ്റെ തണ്ടുകളെല്ലാം കൂടി അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. റൊട്ടി ബനാന കേലി. അപ്പോൾ ഇവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലായിട്ടൊരു ട്രാക്ടറൊക്കെ കാണാം കേട്ടോ. അവിടേക്ക് മഞ്ഞൾ കൃഷി ഇറക്കിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സൂര്യകാന്തി പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു കൃഷിയിടമാണ്. അത് അവിടെ വാഴയുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചോളത്തിന് ഇവർ പറയുന്നത് മക്കാച്ചോളം എന്നാണ്. അതായത് നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ല, അതായത് സ്വീറ്റ് കോൺ. അപ്പോൾ ഇത് എൻറ്റയർലി ഡിഫറെൻ്റാണ് അതിൽ നിന്ന്. ഇതിങ്ങനെ നമുക്ക് റോ ആയിട്ട് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇവർ പ്രധാനമായിട്ട് ഇത് റൊട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് പൊടിച്ചിട്ട് ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് കയ്യിൽ അതിൻ്റെ പൊടി പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കണ്ടില്ലേ, ഈ ധാന്യമണികൾ, ചെറിയ മണികളാണ് ഈ ചോളത്തിനുള്ളത്. ഇത് ഓൾഡ്, 1 വർഷം കഴിഞ്ഞതാണ് കേട്ടോ. അത് പുതിയത് അല്ലേ? ഇത് ഓക്കെ, ഇത് പഴയതാണ്, നേരത്തെ വിളവെടുത്തതാണ് കേട്ടോ, ലാസ്റ്റ് ഇയറിൽ. അപ്പോൾ ഇതാണിപ്പം
എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നോക്കിയാൽ നമുക്കറിയാം ഇത് മിക്കവാറും ഈ കയ്യിൽ ഇതല്ല അത് അല്ലേ, അത് വേസ്റ്റാണ് അല്ലേ, അതിങ്ങനെ വേസ്റ്റ് തിരിച്ചിട്ടേക്കുവാണേ. അപ്പോൾ ഇതാണ്, അതായത് ആ ചാക്കിലാണ് തിരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ചാക്കിൽ ഇപ്പം, അതായത് പുതിയതായിട്ട് വിളവെടുത്ത ചോളം കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കി ഇതിൽ ആ പൊടിയൊന്നും ആകുന്നില്ല കേട്ടോ, ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട് കണ്ടോ. ഇതിൻ്റെ വേസ്റ്റ്, അതായത് അതിൻ്റെ തൊലിയെല്ലാം കൂടെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണത് ഈ കാണുന്നത് കേട്ടോ. ഇത് നല്ലപോലെ ഉണങ്ങാനായിട്ട് ഇടും, അതിൻ്റെ ആ പച്ചപ്പൊക്കെ മാറാനായിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ചാക്കുകളിൽ നിറയ്ക്കുകയുള്ളൂ. ആ പുതിയ ചോളമില്ലേ, അത് ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ വിളവെടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ഉണക്കി ചാക്കിലാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് ചന്തകളിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ആ പഴയ ചോളം അത് കഴിക്കാനായിട്ട്, അതായത് മനുഷ്യൻ കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കില്ല, അത് ഈ മൃഗങ്ങൾക്ക് കൊടുക്കും. അതായത് പശുവിനൊക്കെ അത് പൊടിച്ച് കാടി ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചോളം അവിടെ വീണ്ടും അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, ഉണക്കിയെടുക്കുന്നത്. അതങ്ങനെ കളയൊന്നുമില്ല പഴക്കിയെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ആ ഒരു പഴക്കം ചെന്നുകൊണ്ടാണ് എടുത്തപ്പോൾ കയ്യിൽ പൊടിയായത്. അപ്പം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഉരുളൻകിഴങ്ങ് വിളയുന്ന വലിയ പാടങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് ആ ചെടി ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ നിരയായിട്ട് അതായത് അകലേന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മൈതാനം പോലെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതിങ്ങനെ സ്പ്രിങ്ക്ലറൊക്കെ വെച്ച് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യകാന്തി സീഡാണ്. അപ്പോൾ ചെറിയൊരു ലിഫ്റ്റ് അല്പദൂരം കിട്ടി. നമ്മളിപ്പം അങ്കള എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് സൈഡിൽ കണ്ടില്ല, ഇങ്ങനെ വലിയ പടുതൊക്കെ വിരിച്ചിട്ട് അതിൽ ഈ സൂര്യകാന്തിയുടെ ആ ഒരു സീഡ് അത് ഉണങ്ങാനിട്ടേക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ആ ഓയിലിന് അത് തന്നെ. ഇത് നല്ലപോലെ ഉണക്കായ ശേഷം ഇത് ആട്ടി ഇതിൽ നിന്ന് എണ്ണ എടുക്കും കണ്ടില്ലേ. അതിങ്ങനെ അത് പേറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. മുതലാളിയാ, അത് പേറ്റി എടുക്കുന്നത് കണ്ടില്ലേ. അതിൽ ആ ഒരു തൊണ്ടും കാര്യങ്ങളെല്ലാം കളഞ്ഞ് അത് പേറ്റി എടുക്കുകയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഡ്രൈ ആയിട്ടില്ല. ഇതാണ്. ഇതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടില്ല, ഇങ്ങനെയുള്ള ഇരുമ്പിൻ്റെ അരിപ്പകൾ ക്ലീൻ ചെയ്യുന്ന കണ്ടോ. അപ്പോൾ അതായത് ആ പൊടികളെല്ലാം പറന്നു പോകുന്നുണ്ടേ. ആ കായ എന്നിട്ട് അവിടെ സെപ്പറേറ്റ് വീഴുവാണ്. അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഒരു ഫണൽ പോലത്തെ പാത്രം, ഇതിലാണ് ഏറ്റവും അവസാനമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ പൊടിയെല്ലാം പോകും. ആദ്യം ഇതിലിടും, അപ്പോൾ വലിയ കരടും കാര്യങ്ങളെല്ലാം പോയി കിട്ടും. പിന്നെ ഇങ്ങനെ ഒരു ചൂല് പോലെ ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ അടിച്ച് കൂട്ടാനായിട്ട്. അപ്പോൾ ഈ വിളവെടുത്ത് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൽ ഒത്തിരി കമ്പുകളൊക്കെ ഉണ്ട്, ഇത് കണ്ടില്ലേ കണ്ടോ. എന്നിട്ട് ഈ അരിപ്പേര അരിക്കുമ്പോഴാണ് ആ കമ്പുകളെല്ലാം വേറിട്ട് മാറുന്നത് കണ്ടോ. ഇതൊരു കുറേ പ്രാവശ്യം ഇത് ഫിൽറ്റർ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്കള ഗ്രാമത്തിലെ വീടുകളൊക്കെ വരുന്ന ഒരു പ്രദേശമാണേ. അപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ ഗോപാലസ്വാമി പേട്ടയിൽ നിന്ന് മുൻപോട്ട് പോകുന്നു കേട്ടോ. അപ്പം ഗോപാലസ്വാമി പേട്ട പോകുന്ന വഴിയിൽ ഗുണ്ടൽപേട്ടയിൽ നിന്ന് പോന്നാൽ നമ്മൾ പിന്നെ കാണുന്ന ഒരു പ്രധാന ടൗൺഷിപ്പാണ് ഈ അങ്കള എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് നമുക്ക് ഗുണ്ടൽപേട്ടിലേക്ക് കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് പഴയ രീതിയിലുള്ള ചെറിയൊരു ചായക്കട കാണാം കേട്ടോ. പിന്നെ പലക വെച്ചടയ്ക്കണ ഒറ്റ മുറി, ചെറിയൊരു മുറി, ചായ മാത്രമേ ഉള്ളൂ. അതിനോട് സമീപമായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ഒരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ ഒരു വലിയൊരു ആൽമരം, അതിന് ചുവട്ടിലായിട്ട് ഒരു തറയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും കർണാടകയിലെ ഗ്രാമങ്ങളിലൊക്കെ വരുമ്പം സാധാരണയായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ വലിയൊരു മരം ഉണ്ടാവും, അതിൻ്റെ ചുവട്ടിലായിട്ടൊരു തറയൊക്കെ ഇട്ടിട്ട് ഈ ഗ്രാമീണരൊക്കെ ഇവിടെ വന്ന് അവരുടെ സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് വീടുകൾ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൽ കാണുന്ന ചില വീടുകളുടെ സമീപമായിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലം കാണാം കേട്ടോ. ഇങ്ങനെ വേലി കെട്ടി തിരിച്ചേക്കുവാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വേലി അങ്ങനെ കെട്ടി ഉണ്ടാക്കിയേക്കുമല്ല, വേലിച്ചെടികൾ വളർന്നു നിൽക്കുക കേട്ടോ. അതിൻ്റെ 4 സൈഡിലുമായിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നിടത്ത് ഇങ്ങനെ മുള കൊണ്ട് ഉണ്ടാക്കിയ ചെറിയൊരു ഗേറ്റൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഉള്ളിലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കാണാനില്ല. പക്ഷേ ഇവർ വിളവെടുത്തുകൊണ്ട് വരുന്ന ധാന്യങ്ങളും, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ അത് സൂക്ഷിക്കാൻ ഉണങ്ങാനും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ വൈക്കോല്, അതുപോലെ ചോളത്തണ്ടുകൾ പശുവിനെ കൊടുക്കാനായിട്ട് അതൊക്കെ അടുക്കി വെക്കുന്ന ഒരു ഇടമാണ് കണ്ടോ. ഇവിടെ നമുക്ക് കാണാം അത്തരത്തിൽ ഒരു വേലിക്കെട്ട്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയേ കൂടുതൽ ഈ ടൗണിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ടൗൺഷിപ്പ് ആരംഭിക്കുകയാണ് കേട്ടോ, കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനോട് ചേർന്നും പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ധാരാളം വീടുകൾ നമുക്ക് കാണാം. അപ്പോൾ ആ കാണുന്നത് അത് കണ്ടില്ല, അതൊരു മാട്ടുത്തൊഴുതാണേ.
വെളിയിലായിട്ട് ചാണകം ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടേക്കണ കാണാം. കൃഷികൾക്കൊക്കെ ആയിട്ട് വളത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ പശുവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാത്രം അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. പശുക്കളെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല, എല്ലാം മേയാൻ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇത് കണ്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പശുവിന് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്ന പാത്രം കണ്ടോ, തടി, അതായത് പലക വെച്ച് അടിച്ചുണ്ടാക്കിക്കുന്ന ഒരു മരപ്പാത്രമാണ്. അത്തരത്തിൽ പഴകിയ ഒരു പാത്രം കാണും. ഇത് പഴയതായിരുന്നു, അതിങ്ങനെ പലകയൊക്കെ അടർന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കണ്ടില്ലേ, അതിൽ ആ പശുവിന് കൊടുക്കുന്ന ആ ഒരു വെള്ളമാണ് നിറച്ചേക്കുന്നത്. അങ്ങനെ ഒട്ടും ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ പലക വെച്ചിട്ട് ഇരുമ്പിൻ്റെ പട്ട വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ ചില വീടുകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ആ വീട് നോക്കി, അതൊരു പഴയ കാലത്ത് നിർമ്മിച്ചൊരു വീടാണ് കേട്ടോ. അതിൻ്റെ നീളൻ വരാന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ മണ്ഡപം പോലെ പണിതേക്കുന്നതാണ്. ഒത്തിരി മുറികളൊക്കെ ഉണ്ടായിരിക്കും ഉള്ളിലായിട്ട്. അവിടെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം. പല തരത്തിലുള്ള വീടുകളൊക്കെ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാം കേട്ടോ. അപ്പം ഇത് വീടാണോ അതെയോ മറ്റെന്തെങ്കിലും ആണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഭിത്തി നോക്കി, ഇങ്ങനെ കല്ലുകളിങ്ങനെ പെറുക്കി അടുക്കി ഓർഡറിൽ അടുക്കി വെച്ചുണ്ടാക്കിയിരിക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ തേച്ചിട്ടൊന്നുമില്ല, കല്ലും ചെളിയും ഒക്കെ നിർമ്മിച്ചാണ് അതിൻ്റെ ഭിത്തിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അത് വീട് തന്നെയാണ്, താമസമുള്ളൊരു വീടാണ് ആ കാണുന്നത്. മേൽക്കൂര ഓല മേഞ്ഞേക്കുവാണ്, അതിനോട് ചേർന്ന് ഓട് മേഞ്ഞൊരു വീടും കാണാം. പല ആകൃതിയിലും വലുപ്പത്തിലുള്ള നിരവധി വീടുകൾ നമുക്ക് ഈ ഗ്രാമത്തിൽ കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു വീട് നോക്കി, പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച പഴയ ഒരു വീടല്ലേ, ഓട് മേഞ്ഞൊരു വീടാണ്. അതിൻ്റെ മുൻവശത്തിന് ഉയരം കുറവാണേ. അതിൻ്റെ വാതിലും ജനലൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഇങ്ങനെ കമ്പിവല അല്ലേ, കമ്പിവല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു വീട്. ആ വീടിന് വിശാലമായ വലിയൊരു മുറ്റമുണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ടും അതുപോലെ തന്നെ ഈ അങ്കള ഗ്രാമമൊക്കെ ചാമരാജനഗർ ജില്ലയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത് അങ്കള ഗ്രാമത്തിൻ്റെ ഒരു സർക്കിളാണ്, അതായത് 4 കൂടി ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു ഹനുമാൻ സ്വാമിയുടെ പഴയൊരു കോവിൽ കാണാം. ഇത് ഇവിടെ ഒരു ശിവൻ്റെ അമ്പലവും നമുക്ക് കാണാവേ. അപ്പോൾ പശുവണ്ണ എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ചോദിച്ചപ്പം. അതായത് പശു കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശിവൻ തന്നെയാണ്. മുകളിൽ ശിവലിംഗമൊക്കെ കാണാം, നന്ദി വിഗ്രഹങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ശിവൻ തന്നെയാണ്. അവിടെ ആ കവാടം കണ്ടോ, അത് ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം, നമ്മളാ പോയ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാണ് രാവിലെ അങ്ങ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടല്ലോ, വെൽക്കം ടു ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് മൈസൂർ ഊട്ടി മെയിൻ റോഡാണ്. ഗുണ്ടൽപേട്ടിൽ വന്നിട്ട് നേരെ കണ്ടോ, ബന്ദിപ്പൂർ വഴി മുതുമല, ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറും. എന്തായാലും അതുവഴിയല്ല പോകേണ്ടത്, തിരിച്ച് ഗുണ്ടൽപേട്ടിലേക്ക് പോകണം. ഇവിടെ ബസ് വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടൗൺഷിപ്പാണ്. ആ ഒരു കടകളും എല്ലാം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഗോപാലസ്വാമി പേട്ടയിൽ നിന്ന് വരുന്ന ബസ്സായിരിക്കും. എന്തായാലും സീറ്റ് കിട്ടുന്ന കാര്യം സംശയമാണ്, കാരണം അവിടുന്ന് ആളെല്ലാം എടുത്തല്ലേ വരുന്നത്. അപ്പോൾ ഇനി ഗുണ്ടൽപേട്ടയ്ക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ വരുന്നവരെ നമ്മൾ പോകുന്ന ആ ഒരു ഫസ്റ്റ് ബസ്സിന് തന്നെ വരാനായിട്ട് നോക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വയനാട് ജില്ലയിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടല്ലോ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമായിട്ട് വരാം. അപ്പോൾ സുൽത്താൻ ബത്തേരിന്ന് രാവിലെ 6 മണിക്കാണ് എനിക്ക് തോന്നുന്നത്, 6 മണിക്കൊരു ഓർഡിനറി ബസ് ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഫസ്റ്റ് ബസ് ഇവിടേക്ക് കിട്ടും. അപ്പോൾ ഒറ്റ ദിവസം പരിപാടി. രാവിലെ ആദ്യം ഇവിടെ വരിക, അതുപോലെ ഗുണ്ടൽപേട്ടയിൽ വേറെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പോയ പോലെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരികെ പോകാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.